ഒന്നുമില്ല. എന്താ? എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കണ്ട ഇവിടെ? എനിക്ക് ഈ ഫൈൽസിന്റെ അസുഖം, അത് ഒന്ന് പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് ഒന്ന് സംസാരിച്ച് ഡോക്ടർ അത് നഴ്സുമാരെ കണ്ടവര് കേട്ടാ ആരും അറിയരുത്, വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഞാൻ വിളിച്ചോളൂ. അത് ഞാനിട്ടോ, അത് അറിയരുത് കേട്ടോ. ഞാനേ മൂലക്കുരുന്റെ പ്രശ്നം അല്ല, എനിക്കല്ല, ഇവനാണ് മൂലക്കുരു. ഞാന് ആദ്യം മനസ്സിലാക്കി ഒരു വിശ്വാസം. ഞാനിവന് മൂലക്കുരു എല്ലാരോടും പറയാ. ഞാൻ 6 വർഷമായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല. ഫാമിലിയൊക്കെ നാട്ടിൽ സെറ്റിലാ. ഇപ്പൊ ഞാൻ വൈഫിന്റെ ഡെലിവറി ആയിട്ട് വന്നാ. ശരി. എന്ത് പറ്റിയതാ? സിബിടണ കുടുങ്ങിയതാ. ഞാൻ പറഞ്ഞതാ എടുത്തോളൂ, സമ്മതിക്കണ്ടേ? നോക്കിയേ, ആ ചേട്ടനൊന്ന് പറയാൻ നോക്കിയേ. ആ ചേട്ടന്റെ ഭാര്യ എന്നെ പ്രസവിക്കാൻ കഴിച്ചിട്ട് പോകുന്നു. എന്തിനീ കുണ്ടി തന്നെ ഇപ്പോഴും നമുക്ക് ചോദിക്കാം. അതാണ് കാര്യം. കാല് പിടിക്കുന്ന തെറ്റ് കണക്ക് മൂലക്കൂരല്ലേ? കാലധികം പൊക്കൊക്കെ സീപ്പുറിപ്പ് തുടച്ചു പോയിട്ടുള്ളൂ. ബലരാമൻ സുമേഷ് അല്ലേ? അടുത്ത ടോക്കൺ നിങ്ങളുടെ. എന്താ സുഖം? ഞാനേ എൻ്റെ ഒരു പല്ല് സ്വർണ്ണമാക്കാൻ വന്നാ. ഇത് മൊത്തം സ്വർണ്ണമാണ്. എല്ലാം ക്ലിയറായി, എല്ലാം ക്ലിയറായി. ഒക്കെ ഒഴിവാക്കി. പിന്നെന്താ? അമ്മോ, ഏസിയൊക്കെ ഉണ്ട് കേട്ടോ. കള്ളക്കറുമ. വരും. നമസ്കാരം. അന്ന് സഹായിച്ചതിനോട് സന്തോഷം കേട്ടാ. എന്താ ഡോക്ടർ പറഞ്ഞ? ഡോക്ടർ കുഴപ്പമില്ല, ഇപ്പൊ 5 ദിവസം ഡിസ്ചാർജ് ആണ്, കുഴപ്പമൊന്നുമില്ല. അല്ല, ചേട്ടൻ്റെ കൂടെ ആരും ഇല്ലേ? അവരാണ് പുറത്ത് പോയിട്ട്. അതെ, നല്ല വല്ല പൈസയുടെ വല്ല ആവശ്യമില്ല, കാരണം നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതാണ്. എന്ത് കാര്യത്തിനും ഇൻഷുറൻസ് ഉള്ളതാണ്, ഒരു പ്രശ്നമില്ല. ആളിപ്പോ വരും. യെസ്, ഇതാ വന്നു. നമസ്കാരം. അടിപൊളി, കുഴപ്പമില്ല. ഞാൻ വല്ല ചെയ്യേണ്ടത്? അല്ല, ഇതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ടോ? എന്തിന്? വയറിളക്കത്തിനാ? പിന്നെ ചോദിച്ചു ഇതാക്കണ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, എല്ലാവരുടെ ജീവിതത്തിലും അനിവാര്യമായ ഒരു കാര്യമാണ്. അത് എടുക്കുവാൻ വേണ്ടി അടിയിൽ നമ്പറുണ്ട്, വിളിക്കാം.